നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അറിയാം ആ മിടുക്കിന്റെ കനം എത്രയുണ്ടെന്ന്. നിന്റെ കൂടെ കോടതിയിൽ വരാൻ എനിക്കും ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാനാ, ആരോഗ്യം സമ്മതിക്കുന്നില്ല. അമ്മ വരണ്ട. പോലീസുകാരുടെ അകമ്പടിയോടെ വരുന്ന ശരത്തിനെ അമ്മ കാണണ്ട. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അമ്മയ്ക്ക് ആ ദൃശ്യം മറക്കാൻ പറ്റില്ല. പാവം എന്റെ കുട്ടി എന്തുമാത്രം സഹിച്ചു. എല്ലാം നമുക്ക് വേണ്ടിയല്ലേ അവൻ അനുഭവിച്ചത്. നിത്യമോളെ അവന്റെ കൈയിൽ പിടിച്ചു കൊടുക്കാൻ പറ്റണം. എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ശരത്തിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ മാന്യമായ നീതിയാ പ്രത്യുപകാരം. അതാ അമ്മ നല്ലോണം പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് പാർവതി. നീ ധൈര്യമായിട്ട് പോ. ഇന്നത്തെ ദിവസം അത് ശരത്തുമോന്റെ ആയിരിക്കും. ഹലോ, ഇത് ഞാനാ. ഏത് ഞാൻ? ജയശങ്കർ എന്ന് പറയും. എന്താണാവോ? എന്റെ ആധാരം തിരിച്ചു കിട്ടിയില്ലല്ലോ. ഏതാധാരം? എന്റെ വസ്തുവിന്റെ ആധാരം. പണം തന്ന് തീർത്തല്ലേ, അപ്പൊ ആധാരം എനിക്ക് തിരിച്ചു കിട്ടണ്ടേ? ഇന്ന് കാശ് തന്ന് കടം തീർത്താ നാളെ ആധാരവും വാങ്ങിയ രേഖകളും മുഴുവൻ തിരിച്ചു കൊടുക്കുന്ന പതിവുള്ളവളാ ഞാൻ. നിങ്ങളുടെ കാര്യത്തില് അത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ജയശങ്കർ സാറിന്? മിടുക്കനാവാ നോക്കി നിങ്ങൾ. അതിന് തന്ന തിരിച്ചടിയായത്. ആദ്യം മര്യാദയ്ക്ക് എന്റെ കാശ് താ, എന്നിട്ടേ ആധാരം തരൂ. കാശ് എടുത്തതല്ലേ നീ? എടുത്ത കാശ് താൻ അതുപോലെ തിരിച്ചെടുത്തില്ലേ? ഒന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്നെ പറ്റിച്ചോ അനുഭവിക്കും താൻ. നീ കാണിക്കുന്ന ശുദ്ധ തോന്നിയാസോ? കാശ് വന്ന് എടുത്തോണ്ട് പോയിട്ട് ഇപ്പൊ അതും പറയുന്നു. എടോ, ഞാൻ എടുത്തോണ്ട് വന്ന കാശല്ലേ പെങ്ങളുടെ മോനെ വെച്ച് താൻ തിരിച്ചെടുത്തോണ്ട് പോയത്? പെങ്ങളുടെ മോനോ? അതെ, വിശാൽ. അവനാ എന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തത്. തന്റെ അറിവോ സമ്മതോ ഇല്ലാതെ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആദ്യം എന്റെ കടം തീർക്ക്, എന്നിട്ട് ഞാൻ പണയാധാരം തിരിച്ചു തരൂ. ഇത് ചതിയാണ്, കൊടും ചതി. വിശാലും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ബന്ധമാണെന്ന് നിങ്ങൾ മനഃപൂർവ്വം വരുത്തി തീർക്കുന്നതാ. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? തന്റെ വീട്ടിൽ നിന്ന് പണവും കൊണ്ട് പോകുന്ന വഴിക്കാ ആക്രമണം ഉണ്ടായെന്ന് തനിക്ക് അറിയാലോ. വിശാൽ അത് എങ്ങനെ മനസ്സിലാക്കി എന്റെ കയ്യിൽ പണം ഉണ്ടെന്ന്? താൻ പറഞ്ഞിട്ടല്ലേ അവ അറിഞ്ഞത്? ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടില്ല. താൻ അല്ലെങ്കിൽ തന്റെ വീട്ടിലെ വേറെ ആരെങ്കിലും. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. വാക്ക് മാറുന്നവളോ ചതിക്കുന്നവളോ അല്ല തങ്കച്ചി. കാശ് തിരിച്ചു തന്നാ ഡോക്യുമെന്റ്സ് തിരിച്ചു തരും, അല്ലെങ്കിൽ അത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കും. എന്ന് വച്ചാ ജീവിതകാലം മുഴുവൻ താൻ എന്റെ കടക്കാരനായിരിക്കുമെന്നർത്ഥം. എന്ത് വേണമെന്ന് ആലോചിക്ക്, എന്നിട്ട് എന്നെ വിളിക്കും. ഇന്നാ മോളെ, അവിടെ വെച്ചേക്ക്. ചതിയന്മാരെ മുഴുവൻ ദൈവം ഒറ്റയടിക്ക് ശിക്ഷിക്കുകയാണെന്ന് തോന്നുന്നു. ആദ്യം ശരവണൻ, ഇപ്പൊ ദേ ശരത്തും. രണ്ടുപേരും പണ്ട് ചങ്ങാതിമാരായിരുന്നല്ലോ. ജയിലിലായതും ഒരുമിച്ച്. ശരിക്കുള്ള ശിക്ഷ കിട്ടിയത് എനിക്കല്ലേ അമ്മായി? ഞാനല്ലേ വിഡ്ഢിവേഷം കിട്ടിയത്? നിരഞ്ജനും ഞാനും ഒക്കെ എത്ര തവണ പറഞ്ഞു ആ ശരവണനെ മറക്കാൻ. കേൾക്കാതിരുന്നത് നീയല്ലേ. ഇവിടെ നീയാണെങ്കിൽ അവിടെ നിത്യ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നീ ആദ്യം മുതലേ ശരവണന്റെ ഒപ്പമായിരുന്നു. നിത്യ ശരത്തിനെതിരെ. എന്തായാലും ഇപ്പൊ രണ്ടുപേരും രക്ഷപ്പെട്ടില്ലേ? സംശയം എന്താ? രക്ഷപ്പെട്ടു. നിരഞ്ജൻ ഒറ്റ ഒരാൾ ശ്രമിച്ചതുകൊണ്ടാ ശരവണന്റെ കള്ളത്തരം പുറത്തു വന്നത്.
അത് വന്നില്ലായിരുന്നെങ്കിലോ ഇപ്പൊ നീ അവന്റെ രണ്ടാം ഭാര്യയെ കഴിയേണ്ടി വന്നാനെ. അങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ അയാളെ വെട്ടിക്കൊന്ന് ഞാൻ ജയിലിൽ പോയേനെ. ചതി ഞാൻ ഒരിക്കലും സഹിക്കില്ല. അതൊന്നും വേണ്ടി വന്നില്ലല്ലോ. അതിനാണ് ഭാഗ്യമെന്ന് പറയുന്നത്.